ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം. പതിവ് പോലെ ഒരു സാബത്ത് ദിവസം അവൻ അവരുടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാനായി എഴുന്നേറ്റു നിന്നു. ഇന്നത്തെ ദിനത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു പുതുവർഷത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ഈ ഒരു വചനം എൻ്റെ ദൈവം എനിക്ക് നൽകുമ്പോൾ എന്നെ വലിയൊരു കാര്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിലെ ഒരു പതിവാണ് നമ്മളിന്ന് വായിച്ചിട്ടല്ലേ. പതിവ് പോലെ അവൻ സാബത്ത് ദിവസം അവിടെ സിനഗോഗിൽ പ്രവേശിച്ച് വായിക്കാനായിട്ട് എഴുന്നേറ്റു നിന്നു. ഈ പുതുവർഷത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ പതിവ് പോലെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നല്ല തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. പലപ്പോഴും പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ നമ്മൾ നല്ല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഈ തീരുമാനങ്ങൾ പല ഡയറിയിലും നമ്മൾ എഴുതി വയ്ക്കാറുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? ഈ തീരുമാനങ്ങൾ പതിവ് പോലെ ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല. തീരുമാനമെടുത്തു, ആദ്യത്തെ 1, 2, 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, മാക്സിമം ഒരു മാസം, അത് കഴിഞ്ഞാൽ ഈ തീരുമാനങ്ങൾ പലപ്പോഴും ഫലശൂന്യമായിട്ട് പോവുക. ഈ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടോ ആ തീരുമാനം ജീവിതത്തിൽ നിറവേറ്റുവാനായിട്ടോ പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോവുക. ജീവിതത്തിൻ്റെ വലിയൊരു പരാജയമാണ്. അതുകൊണ്ട് തന്നെ ആരംഭ ദിനത്തിൽ എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, മോനെ, നിൻ്റെ ജീവിതത്തിൽ നീ തീരുമാനമെടുക്കുക. നല്ല തീരുമാനങ്ങൾ വേണം കേട്ടോ. ജീവിതം നന്മയോടുകൂടി വിശുദ്ധിയോടുകൂടി പോകുവാൻ തക്ക വിധം നല്ല തീരുമാനങ്ങൾ ഈ പുതുവർഷത്തിൽ ഏറ്റെടുക്കാനായിട്ട് നീ തയ്യാറാണ്. പക്ഷേ ഈ തീരുമാനം ഏറ്റെടുത്താൽ മാത്രം പോരാ, മറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ വിശ്വസ്തയോടുകൂടി പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് പതിവ് പോലെ നിറവേറ്റാനായിട്ട് പറ്റണം. ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല, മുന്നോട്ടുള്ള ദിനങ്ങളിലേക്ക് മുഴുവൻ പാലിക്കാൻ തക്ക വിധം ദൃഢമായ തീരുമാനങ്ങൾ. അതിന് ത്യാഗമേൽക്കേണ്ടതായിട്ട് വരും. അതിന് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. എത്രമാത്രം ത്യാഗത്തോടുകൂടി ആ തീരുമാനം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ അതനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ നന്മയുണ്ടാവും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. ഈ പുതുവർഷത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഒന്നാമത്തെ ചോദ്യം, ഈ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. നല്ല തീരുമാനങ്ങൾ ഇനിയും വൈകിയിട്ടില്ല, എടുക്കണം. ജീവിതം ദുശീലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ചില തഴക്കദോഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് അവ ഉപേക്ഷിക്കുവാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, വിശുദ്ധ ഗ്രന്ഥം കൂടുതൽ വായിക്കുവാനായിട്ട്, ദൈവത്തോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട്, നന്നായിട്ട് പഠിക്കുവാനായിട്ട്, കുടുംബജീവിതത്തിലെ വിശ്വസ്തതകൾ നിറവേറ്റുവാനായിട്ട്, വിശ്വസ്തതയോടുകൂടി ജീവിക്കുവാനായിട്ട്, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട്, ആ തീരുമാനങ്ങൾ ദൃഢതയോടുകൂടി കഠിനമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാലിക്കുവാനായിട്ട്, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.